എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പല വിദ്യാർത്ഥികളും പറയുന്ന കാര്യമാണ് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ വർഷത്തെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള +1 അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ മെയ് 16-ാം തീയതി ആരംഭിക്കും. മെയ് 16-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ചാനലിൽ അടുത്ത ദിവസം മുതൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയം +1 പ്രവേശനത്തിനായിട്ട് അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ results.kite.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് സൈഡിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഭാഗത്ത് പിന്നീട് ഇപ്പോൾ ഇവിടെ ആ ഒരു ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ നൽകുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൻ്റെ കോഡ് നൽകി. അപ്പോൾ ജസ്റ്റ് ആ സ്കൂളിൽ എത്ര വിദ്യാർത്ഥികളാണ് ഫുൾ A+ കിട്ടിയത്, അതുപോലെ എത്ര വിദ്യാർത്ഥികളാണ് ജയിച്ചിട്ടുള്ളത് എന്നുള്ളതും എത്ര വിദ്യാർത്ഥികളാണ് ഫെയിൽഡ് ആയിട്ടുള്ളത് എന്നുള്ളതും ടോട്ടൽ എത്ര വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ അവരുടെ പേര്, രജിസ്റ്റർ നമ്പർ, അതുപോലെ ഓരോ വിഷയങ്ങൾക്കും ലഭിച്ച മാർക്ക്, അതുപോലെ സ്റ്റാറ്റസ്, അതായത് ആ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് EHS എന്നാണ് കാണുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കാം. NHS എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാം. ആ ഒരു വിദ്യാർത്ഥിക്ക് D ഗ്രേഡ് ഉണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ഫെയിൽഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. D+ സോ അതിന് മുകളിലോ കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ജയിക്കും. ഇവിടെ P01, P02 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത് കാണാം. അത് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് അതിൽ യഥാക്രമം ഓരോ സബ്ജക്റ്റിൻ്റെ പേരും കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു യഥാക്രമത്തിൽ നിങ്ങൾക്ക് ഓരോ വിഷയങ്ങൾക്കും ആ ഒരു വിദ്യാർത്ഥിക്ക് ഏത് ഗ്രേഡാണ് കിട്ടിയത് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. ഇനിയും വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു മാർക്കിൻ്റെ നേരെ മഞ്ഞ കളറിൽ ഇതുപോലെ അതായത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ ആ ഒരു റിസൾട്ടാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ കോഡ് നൽകുമ്പോൾ എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാത്തത് എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ച കാര്യമാണ്. അപ്പോൾ സ്കൂൾ കോഡ് കിട്ടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ നൽകുന്ന സ്കൂൾ കോഡ് കറക്റ്റായിട്ട് ഹയർ സെക്കൻഡറിയുടെ സ്കൂൾ കോഡ് തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾ ഹൈസ്കൂളിൻ്റെ, അതായത് ഹയർ സെക്കൻഡറിയുടേതല്ല ഹൈസ്കൂളിലെ കോഡാണ് നൽകുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹയർ സെക്കൻഡറിയുടെ കോഡും അതുപോലെ ഹൈസ്കൂളിലെ കോഡും മാറ്റമാണ്. അതായത് ഒരു സ്കൂളിൽ 10ാം ക്ലാസ് വരെയുള്ള ആ ഒരു ഭാഗം ഹൈസ്കൂളും അതുപോലെ തന്നെ 11ാം ക്ലാസ്, അതായത് +1, +2 ക്ലാസ്സുകൾ ഹയർ സെക്കൻഡറി വിഭാഗവുമാണ്. ഈ ഒരു 2 വിഭാഗത്തിനും സ്പെഷ്യലായിട്ട്, അതായത് 2 വ്യത്യസ്ത സ്കൂൾ കോഡുകളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹയർ സെക്കൻഡറിയുടെ കോഡാണ് നിങ്ങൾ നൽകേണ്ടത്. ഇനി എങ്ങനെ ഈ ഒരു കോഡ് കണ്ടുപിടിക്കാം? ഈ ഒരു കോഡ് തെറ്റുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാതിരിക്കുന്നത്. അപ്പോൾ കോഡ് തെറ്റാതെ എങ്ങനെ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു SSLCexam.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു വെബ്സൈറ്റിൽ ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് സ്കൂൾ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റവന്യൂ ഡിസ്ട്രിക്റ്റ്, അതായത് നിങ്ങളുടെ ജില്ല ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ആദ്യം തന്നെ സീരിയൽ നമ്പർ, പിന്നീട് സ്കൂൾ കോഡ്, പിന്നീട് UDIS കോഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കോഡ് എന്നിങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങളായിരിക്കും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് സ്കൂളിൻ്റെ നെയിമും അഡ്രസ്സും, അതുപോലെ തന്നെ സ്കൂൾ ടൈപ്പ് ഏതാണ്, അതുപോലെ ഏത് മീഡിയമാണ് സ്കൂളിൽ ഏതൊക്കെ മീഡിയം അവൈലബിൾ ആണ്, പിന്നീട് ഇമെയിൽ ID, ടെലിഫോൺ, അതുപോലെ തന്നെ സമ്പൂർണ്ണ കോഡ് എന്നിങ്ങനെയുള്ള ആ ഒരു കോഡും ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൻ്റെ പേര് ഏതൊക്കെയാണെന്നുള്ളത് കണക്റ്റായിട്ട് കാണാൻ സാധിക്കും. ആദ്യം സീരിയൽ നമ്പറും പിന്നീട് സ്കൂൾ കോഡുമാണുള്ളത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങൾക്ക്
2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതാണ് കോഡല്ല സീരിയൽ നമ്പർ. പിന്നീട് നിങ്ങൾക്ക് 43002 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതാണ് ഈ ഒരു ഗവൺമെൻറ് HSSൻ്റെ അതായത് ഹയർ സെക്കൻഡറിയുടെ HS ആ ഒരു കോഡ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സീരിയൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു 43003 എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളതാണ് ആ ഒരു സ്കൂളിൻ്റെ കോഡ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഈ ഒരു നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കേരള ഹൈസ്കൂൾ സ്കൂൾ കോഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ HS കോഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സ്കൂൾ കോഡ് HS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പ്രവേശിക്കുക. അപ്പോൾ ഓരോ ജില്ലയിലെയും ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു കോഡ് ഇതിൽ കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൻ്റെ കോഡ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ കോഡ് മനസ്സിലാക്കാം. സ്കൂൾ കോഡ് തെറ്റായി നൽകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് അറിയാൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് വെച്ച് നമുക്ക് എങ്ങനെ അതായത് ഈ ഒരു കോഡാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു HS കോഡ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് വഴിയും, അതായത് sslcexam.kerala.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും അതുപോലെ തന്നെ ഇതുപോലുള്ള വെബ്സൈറ്റുകൾ വഴിയും നിങ്ങൾക്ക് ഈ ഒരു സ്കൂൾ കോഡ് മനസ്സിലാക്കാം. സ്കൂൾ കോഡ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 35011 എന്നുള്ള ആ ഒരു കോഡ് വെച്ച് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് 35011 എന്നുള്ളതാണ് ആ ഒരു കോഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 35011 എന്നുള്ളത് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഗവൺമെൻറ് HS പറവൂർ എന്ന ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു കോഡ് നൽകിയപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വിദ്യാർത്ഥികളുടെ ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സ്കൂൾ കോഡ് നൽകുക. അപ്പോൾ ഈ ഒരു കോഡ് എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.